ബിനുവിന്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയ സഹോദരിയുടെ മകൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിക്കാം. നിങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ സമരം നടക്കുമായിരുന്നു അല്ലേ? ഞങ്ങൾ ചെന്നപ്പോഴൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ആംബുലൻസ് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആംബുലൻസ് വന്നതിന് ശേഷമാണ് സമരം തുടങ്ങിയത്. ഇപ്പം കാഷ്വാലിറ്റിയിലായിരുന്നു രോഗി. ഇപ്പോൾ നമ്മൾ ഇന്ന് വിളിച്ചെന്നപ്പോൾ സമരം നടക്കാം. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ കാര്യം പറഞ്ഞു. അപ്പോൾ അവരൊന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറുമായിട്ട് കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ആയി. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സമരം നിർത്തി അവരും കൂടെ ചേർന്ന് തന്നെ 108 കയറ്റി ഞങ്ങളെ പറഞ്ഞു വിടുകയും ചെയ്തു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ തമ്മിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവരറിഞ്ഞില്ലായിരുന്നു. വിനുവിനെ അവർക്ക് അറിയായിരുന്നു. വന്ന് കാഷ്വാലിറ്റിയിൽ നോക്കിയപ്പോൾ ഞങ്ങളെ വിനുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ തന്നെ വണ്ടിയിൽ പിടിച്ച് കയറ്റി അവരും കൂടെ തന്നെ സ്ട്രെച്ചറിലേക്ക് കിടത്തി 108 കയറ്റിയതൊക്കെ അവർ തന്നെ. അപ്പോൾ തന്നെ കൊണ്ടുപോയി. മോൻ ചെല്ലണ താമസം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ ചെന്ന ഉടനെ അവിടെ നിന്ന് അവനെ കൊണ്ടുപോയി. താമസമൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായില്ല. വണ്ടിക്ക് ഇൻഷുറൻസും ഇല്ല, ടയറും ഇല്ലാത്തതുകൊണ്ടാണ് അവരതങ്ങനെ ചെയ്തത്. അവനെ കണ്ടുടനെ തന്നെ ഞങ്ങൾ ആളില്ലേ എന്നും പറഞ്ഞ് അവർ തന്നെയാണ് സ്ട്രെച്ചറിൽ കയറ്റിയതും വണ്ടി കയറ്റിയത് അവർ കൊണ്ടുപോയത്. പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള കുടുംബത്തിന് പരാതിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല? രോഗിയെ കൊണ്ടുപോകുന്നതിന് താമസമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല? മെഡിക്കൽ കോളേജിൽ ചെന്നിട്ടും 10-15 മിനിറ്റ് നല്ലതുപോലെ സംസാരിച്ച് ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മരിച്ചത്. 1 മിനിറ്റ് പോലും, അതായത് ഈ രോഗിയെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ രോഗിയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവിടെ ഒരു താമസവും വന്നിട്ട് ഇല്ല. എന്തായാലും CPM ഒരു വശത്ത് രോഗിയെ കൊണ്ടുപോകുന്നതിന് താമസിച്ചു എന്നുള്ള ആരോപണം അതിശക്തമായിട്ട് ഉയർത്തുമ്പോഴും ഈ ബിനുവിനെ കൊണ്ടുപോയ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ ഈ ആരോപണങ്ങളെല്ലാം പാടെ തള്ളുകയാണ്. എന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി അവരെ കൂടി സഹായിച്ചുകൊണ്ടാണ് ആംബുലൻസിലേക്ക് കയറ്റിയതെന്നും ഈ മരിച്ച ബിനുവിനെ വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെയായിരുന്നു അവിടെ സമരത്തിലുണ്ടായതെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിധത്തിലുള്ള കാലതാമസം ഉണ്ടായിട്ടില്ല എന്നും കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്.